ഈ കാണുന്ന വ്യക്തിയുടെ പേര് മനോജ് കുമാർ അഗർവാൾ IAS. ഈ കാണുന്നത് ഡോക്ടർ രത്തൻ യു ഖേൽക്കർ. ഇവർ തമ്മിലുള്ള ബന്ധം മനസ്സിലായോ? ഒന്ന്, ഇവർ രണ്ടുപേരും IASകാരാണ്. രണ്ട്, അതിലുപരി ഇവർ രണ്ടുപേരും ചീഫ് ഇലക്ടറൽ ഓഫീസർമാരായിരുന്നു. ഒരാൾ ബംഗാളിലായിരുന്നു, മറ്റേയാൾ ഇവിടെ തന്നെ കേരളത്തിലായിരുന്നു. തീർന്നില്ല, അതിശയകരമായ മറ്റൊരു സാമ്യം കൂടി ഇവർ രണ്ടുപേരും തമ്മിലുണ്ട്. പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ചരിത്രത്തിലാദ്യമായി BJP അധികാരത്തിൽ വന്നു. 1 കോടിയോളം വോട്ടർമാർ അവിടെ പുറത്തായി. അതിൽ 34 ലക്ഷം പേരുടെ അപേക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലുണ്ടായിരുന്നു, എല്ലാ രേഖകളും അടക്കം. അതൊന്നും വകവെക്കാതെ അവർ തിരഞ്ഞെടുപ്പ് നടത്തി. ഒരു സാധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രാജ്യം മുഴുവൻ സുരക്ഷയ്ക്കായി കേന്ദ്രം വിന്യസിക്കുന്നത് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിന്റെ ഏകദേശം 3000 കമ്പനികളാണ്. എന്നാൽ ബംഗാൾ തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം 2500ഓളം സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിനെ കമ്പനികളെ വിന്യസിച്ചു. ഏകദേശം 2.4 ലക്ഷത്തോളം കേന്ദ്ര പോലീസുകാർ, യുദ്ധകാലത്തിറങ്ങുന്നത് പോലെയുള്ള വാഹനങ്ങൾ ബംഗാളിലെ തെരുവുകളിലൂടെ നാട്ടുകാരെ അമ്പരിപ്പിച്ചുകൊണ്ട് നീങ്ങി. ഈ അന്തരീക്ഷത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ചീഫ് ഇലക്ടറൽ ഓഫീസർ മനോജ് കുമാർ അഗർവാളിനെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ചീഫ് സെക്രട്ടറിയായി നിയമിച്ചു. 1990-ൽ ബംഗാൾ കേഡറിലെ കിഡിലൻ ഓഫീസർ IIT ഖരഗ്പൂർ പഠിച്ചിറങ്ങി. ബംഗാളിനെ കൈവെള്ളയിൽ അറിയാം. എന്നാൽ ഈ പദവി തിരഞ്ഞെടുപ്പിൽ BJPയെ സഹായിച്ചതിനുള്ള പ്രത്യുപകാരമായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം വിമർശിച്ചത്. Former West Bengal poll officer has now been appointed as the West Bengal Chief Secretary. Manoj Agarwal has been appointed as the Bengal Chief Secretary. ഇനി നമ്മൾ കേരളത്തിലേക്ക് വരാം. ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ആയിരുന്നു നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. 2003 കേരള കേഡറിലെ ഓഫീസറാണ്. കണ്ണൂർ കളക്ടറായിരിക്കെ മികച്ച കളക്ടർക്കുള്ള അവാർഡ് വാങ്ങി. ഇൻഫോ പാർക്ക് ചെയർമാൻ തുടങ്ങി പല സ്ഥാനങ്ങളിൽ സ്തുത്യർഹമായ സേവനം. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഖേൽക്കർ കോൺഗ്രസിൽ നിന്നും CPMൽ നിന്നും വിമർശനം നേരിട്ടു. BJP സീൽ വിവാദം മുതൽ SIRലെ ആശങ്കകൾ വരെ ഇവിടെ വലിയ ചർച്ചയായി. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യതയില്ലായ്മയെക്കുറിച്ച് വോട്ട് ചോരി എന്ന് പറഞ്ഞ് ദേശീയ ക്യാമ്പയിൻ നടത്തിയ ആളാണ് നമ്മുടെ രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പിന് ശേഷം മമതയ്ക്ക് പിന്തുണയുമായി വന്ന ആളാണ് നമ്മുടെ രാഹുൽ ഗാന്ധി. ഈ ദേശീയ സാഹചര്യം നിലനിൽക്കുകയാണ് ബംഗാളിൽ മനോജ് കുമാർ അഗർവാൾ ചീഫ് സെക്രട്ടറി ആയതുപോലെ രത്തൻ യു ഖേൽക്കർ കേരള മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറി ആവുകയാണ്. അതിലൊരു രാഷ്ട്രീയ ശരികേടുണ്ട്. VD സതീശൻ മുന്നോട്ട് വെച്ച കേരളത്തിലെ യുവജനങ്ങൾ, മലയാളം പറയുന്ന കോക്രോച്ചുകൾ എങ്ങനെയാണ് ഇത് അംഗീകരിക്കുക? രത്തൻ ഖേൽക്കർ മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറി ആകും. നിലവിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് രത്തൻ ഖേൽക്കർ. രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത് BJP ഇലക്ഷൻ കമ്മീഷന്റെ ചോർ ബസാർ, ബിഗർ ദ തെഫ്റ്റ് ബിഗർ ദ റിവാർഡ് എന്നാണ് പറഞ്ഞത്. കൂടുതൽ വലിയ കളവ് കൂടുതൽ വലിയ റിവാർഡ് കിട്ടുമെന്ന്. നമ്മളൊക്കെ അത് കേട്ട് കൈയടിക്കുകയാണ് ചെയ്തത്. ആഹാ, രാഹുൽ ഗാന്ധിയുടെ അഴിമതിക്കും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുമെതിരായ പോരാട്ടം പൊളിച്ചു എന്നൊക്കെ നമ്മൾ ആർത്തു വിളിച്ചു. इलेक्शन कमीशन वोट चोरी में इन्वॉल्व है और मैं लाइटली नहीं बोल रहा हूँ, मैं 100% प्रूफ के साथ बोल रहा हूँ. എന്നാൽ കേരളത്തിൽ VD സതീശൻ ഇത് ചെയ്യുമ്പോൾ കോൺഗ്രസ് ക്രാമ്പും രാഹുൽ ഗാന്ധിയും നിശബ്ദരാണ്. അതെന്താ അങ്ങനെ ഒരു ഇരട്ട നീതി? ഇതെന്തൊരു ഹിപ്പോക്രസിയാണ്? ബംഗാളിൽ ചെയ്തപ്പോൾ അയ്യേന്ന്, ഇവിടെ ചെയ്തപ്പോൾ ആഹഹാന്ന്. അതെങ്ങനെയാണ് ശരിയാവുക? VD സതീശൻ അധികാരത്തിൽ വന്നത് രാഷ്ട്രീയ വിശുദ്ധി, പുതുയുഗം, നവകേരളം, നടപ്പ് രീതികളിൽ നിന്ന് മാറ്റം, സുതാര്യത ഇതൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ്. അങ്ങനെയാണല്ലോ പുള്ളി പൂക്കി മുഖ്യമന്ത്രിയായത്. ഇയാൾ പൂക്കിയൊന്നും അല്ല കേട്ടോ. ഇതാണ് റിയൽ VD സതീശൻ. നിഷ്പക്ഷത, മെറിറ്റ്, ക്രെഡിബിലിറ്റി എന്നിവയെക്കുറിച്ച് രാഷ്ട്രീയക്കാർ പ്രസംഗങ്ങൾ നടത്തുന്നത് വളരെ സർവ്വസാധാരണമാണ്. എന്നാൽ അധികാരം കയ്യിൽ വരുമ്പോൾ ഇവ എങ്ങനെ പ്രയോഗിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പിണറായി വിജയൻ സർക്കാരിന്റെ പല നിയമനങ്ങളെയും ശക്തമായി എതിർത്ത നേതാവായിരുന്നു. അദ്ദേഹം നിരന്തരം ഉപയോഗിച്ച ചില വാചകങ്ങളുണ്ട്. നിയമനങ്ങൾ പൂർണ്ണമായും മെറിറ്റ് അടിസ്ഥാനത്തിലാകണം, ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയവൽക്കരിക്കരുത്, ജനവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന നിയമനങ്ങൾ അംഗീകരിക്കില്ല, ബാക്ക്ഡോർ നിയമനങ്ങൾ അനുവദിക്കരുത്, നെപ്പോട്ടിസം പറ്റില്ല. ഇതൊക്കെ നിരന്തരം പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ. ഉദാഹരണം നോക്കിയാൽ കിലയിലെ നിയമന വിവാദം തൊഴിൽ മന്ത്രി V ശിവൻകുട്ടിയെ നേരിട്ട് ആക്രമിച്ചുകൊണ്ട് സതീശൻ പറഞ്ഞത് മെറിറ്റും റിസർവേഷനും പൂർണ്ണമായി ലംഘിച്ച് ബാക്ക്ഡോർ നിയമനങ്ങൾ നടത്തിയിരിക്കുന്നു, ഫിനാൻസ് വകുപ്പ് ഉയർത്തിയ ക്രമക്കേടുകൾ അവഗണിച്ചു, ഇത് ഭരണഘടനാ ലംഘനമാണെന്നാണ്, ജനവിശ്വാസം നഷ്ടപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം ശിവൻകുട്ടിയോട് അന്ന് രാജിവെക്കാനാണ് ആവശ്യപ്പെട്ടത്. അത് കഴിഞ്ഞ് സർവകലാശാലകളിലെ നിയമനങ്ങളിലേക്കായി സതീശന്റെ വിമർശനം. ഈ വിമർശനങ്ങളെ മുഴുവൻ കേട്ട ജനങ്ങളാണ്
വി ഡി സതീശനും കോൺഗ്രസിനും വോട്ട് ചെയ്ത്. കാരണം ഇതൊന്നുമില്ലാത്ത ഭരണമാണ് വി ഡി സതീശൻ വാഗ്ദാനം ചെയ്ത്. PR കൊണ്ട് കെട്ടിപ്പൊക്കിയ വി ഡി സതീശൻ, വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യുന്ന റീലിൽ നിറഞ്ഞു നിൽക്കുന്ന വി ഡി സതീശൻ, അത് PR വി ഡി സതീശൻ. റിയൽ വി ഡി സതീശൻ എന്ന് പറയുന്നത് സാമ്പ്രദായിക രാഷ്ട്രീയക്കാരിൽ നിന്ന് ഒരു മാറ്റവുമില്ലാത്ത ആളാണെന്ന് തെളിയിക്കുന്നതാണ് ഈ പുതിയ നീക്കം. വി ഡി സതീശന്റെ ഒരു ന്യായവും ഇവിടെ വിലപ്പോവില്ല. കാരണം ഇത്തരം ന്യായം പറച്ചിലുകൾ നടത്താത്ത ഒരു പുതുയുഗ രാഷ്ട്രീയക്കാരനായിട്ടാണ് വി ഡി നമ്മുടെ മുന്നിൽ അവതരിച്ചത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ധാർമ്മികതയുടെ പാഠങ്ങൾ ഉപദേശിക്കുക, അധികാരത്തിലിരിക്കുമ്പോൾ അതേ കാര്യങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നതാണ് സെലക്റ്റീവ് ഔട്ട്റീച്ച് എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൽ ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങൾ നടത്തുന്നതിൽ ജനങ്ങൾക്ക് സംശയമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുക വിശ്വാസ്യതയാണ്, അല്ലേ? ജനവിശ്വാസം നഷ്ടപ്പെടും. അതുകൊണ്ട് BJPയോ കോൺഗ്രസോ ആരായാലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഉടനടി സ്വന്തം സെക്രട്ടറിമാരാക്കുന്നത് വളരെ വൃത്തികെട്ടൊരു മെസ്സേജാണ് ജനങ്ങൾക്ക് നൽകുന്നത്. നിഷ്പക്ഷതയും ധാർമ്മികതയും ഒക്കെ തരാതരം പോലെ ഉപയോഗിക്കാനുള്ളതല്ല, അധികാരത്തിലിരിക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഒരുപോലെ പാലിക്കാനുള്ളതാണ് ഈ പ്രസംഗിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് അത് വി ഡി സതീശന് പറഞ്ഞത് ചെയ്ത് കാണിക്കാൻ ബാധ്യതയുണ്ട്. ആദർശങ്ങൾ പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല, പ്രാവർത്തികമാക്കാനും കൂടിയുള്ളതാണ്. അല്ലാത്ത പക്ഷം ധാർമ്മികതയെക്കുറിച്ചുള്ള സതീശന്റെ പ്രസംഗങ്ങൾ വെറും രാഷ്ട്രീയ നാടകം മാത്രമായിട്ടാണ് ആളുകൾ കാണുക. ഒരാഴ്ച കൊണ്ട് തന്നെ വി ഡി സതീശൻ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. സത്യപ്രതിജ്ഞയ്ക്ക് വന്ദേ മാതരം മുഴുവനായി ചൊല്ലുന്നു, മേനോൻ വാല് ചേർത്ത സത്യപ്രതിജ്ഞ നടന്നു. ഇത് രണ്ടും ഒരുവിധപ്പെട്ട ആളുകളൊക്കെ, ഞാൻ ഉൾപ്പെടെയുള്ളവർ, തുടക്കമല്ലേ എന്ന് കരുതി വിമർശിക്കാതെ വിട്ടുകളഞ്ഞ സംഭവങ്ങളാണ്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച്. ഇപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആക്കിയിരിക്കുകയാണ്. ബംഗാളിൽ ഇതേ കാര്യം ചെയ്തപ്പോൾ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ കാറി കൂവിയതാണ്. അത് സത്യസന്ധമാണെന്ന് കരുതി കൂടി കൂവിയ ആളുകളാണ് നമ്മളൊക്കെ. നമ്മളൊക്കെ ഇപ്പം ആരായി? നിങ്ങളൊന്ന് പറ. പൂക്കി എന്ന് പറഞ്ഞു വന്നത് ഒരു പറ്റിപ്പായിരുന്നോ വി ഡി സതീശൻ സാറേ? വാൽകഷ്ണം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ BJP കേരളയുടെ സീൽ വന്നപ്പോൾ ഇവിടം ഇളക്കി മറിച്ചവരാണ് കോൺഗ്രസ്സുകാരും CPM-കാരും. തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും BJPയെയും നിയന്ത്രിക്കുന്ന ഒരേ കേന്ദ്രമാണോ എന്ന് ചർച്ച ഇവിടെ ഉയർത്തിയവരാണ് നമ്മൾ. ഇപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആകുമ്പോൾ സംശയം നിഴലാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് വി ഡി സതീശന്റെ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളും അത് യാഥാർത്ഥ്യമായതുമാണ്. തിരഞ്ഞെടുപ്പ് നടപടികളുടെ നിഷ്പക്ഷതയെ സംശയിക്കേണ്ട സ്ഥിതി വരുന്നു. പൊതുസമൂഹത്തോട്, നമ്മളോട് വി ഡി സതീശൻ രത്തൻ കേൽക്കറുടെ നിയമനം എന്തിനാണെന്ന് വിശദീകരിക്കണം. നിങ്ങളൊക്കെ ഇപ്പോഴും എന്നെ കുറ്റം പറയുന്നത് എന്തിനാണ്? ഞാൻ ഉൾപ്പെടെയുള്ളവർ പിണറായി വിജയനെ വിമർശിക്കാതെ, തെറ്റുതിരുത്താതെ അദ്ദേഹത്തെ ഒരു വഴിക്കാക്കി എന്ന് പറയുന്ന കമൻറ്റ് ഇന്നലെയും ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ വായിച്ചു. അദ്ദേഹത്തിൻ്റെ ഗതി സതീശന് വരാതിരിക്കാൻ ആദ്യമേ നിശിത വിമർശനം നടത്താൻ തന്നെയാണ് എൻ്റെ തീരുമാനം. രത്തൻ കേൽക്കർ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സെക്രട്ടറിയാകും. ഒരു നിർണായകമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു.